ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ. ജീവിതത്തിൽ ഇനി ഒന്നും ബാക്കിയില്ല. തൻ്റെ ജീവിതവും സ്വപ്നവും സന്തോഷവും പ്രതീക്ഷയുമെല്ലാം ഉരുൾപൊട്ടൽ കൊണ്ടുപോയി. ഒരുപാട് ദിവസങ്ങൾ കാത്തുനിന്നാണ് അവളെയൊന്നു കാണാൻ കിട്ടിയത്. പക്ഷേ അവസാനമായി ആ മുഖമൊന്നു കാണാൻ സാധിച്ചില്ല. അവളുടെ കൈ മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റിയത്. പലതവണ പണയം വെക്കാൻ ചോദിച്ചിട്ടും തരാതിരുന്ന ആ മോതിരം, അതാണ് അവളെ തിരിച്ചറിയാൻ സഹായിച്ചത്. ഒരർത്ഥത്തിൽ പണയം വെക്കാതിരുന്നത് നന്നായി. അത് പണയം വെച്ചിരുന്നെങ്കിൽ അവളെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയനെ. പലതവണ അവൾ ആവർത്തിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. ഈ കുന്നും മലയും കണ്ടു മടുത്തു. നമുക്കൊന്ന് കടൽ കാണാൻ പോവാം, എന്നെ ഒന്ന് കൊണ്ടുപോവുമോ എന്ന്. അപ്പോൾ തമാശയെന്നോണം ചിരിച്ചുകൊണ്ട് ഞാൻ പറയും, നിന്റെ കടൽ ഞാനല്ലേ എന്ന്. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഇനിയിപ്പോൾ കാണാനും കാത്തിരിക്കാനും, സമയത്തു വീട്ടിൽ ചെന്നില്ലെങ്കിൽ അന്വേഷിക്കാനും, തീരെ വീട്ടിൽ ചെന്നില്ലെങ്കിൽ ദേഷ്യപ്പെടാനും ആരുമില്ല. നിങ്ങൾ വരുന്നില്ലേ, എവിടെയായിരുന്നു ഇത്ര സമയം എന്നൊന്നും ചോദിക്കാനും പിണങ്ങാനും ആരുമില്ല. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഓടിയെത്തുന്ന തൻ്റെ ഓമന കുഞ്ഞുങ്ങളില്ല. തന്നെ മാത്രം ബാക്കി വെച്ച് അവരെല്ലാം യാത്രയായി. എന്നെ മാത്രം ഈ ലോകത്ത് ബാക്കിയാക്കി എൻ്റെ മക്കളെയും ഭാര്യയെയും ഇവിടുന്ന് കൊണ്ടുപോയി. ഇനി തനിച്ചൊന്ന് ജീവിക്കാൻ പഠിക്കണം. തനിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും തനിച്ച്. വീട്ടുകാരും കുടുംബക്കാരും അയൽവാസികളും ഒന്നുമില്ല. എത്രനാൾ ഇങ്ങനെ നെഞ്ചുപൊട്ടി ജീവിക്കണമെന്നും അറിയില്ല. എല്ലാം ഓർക്കുമ്പോൾ നെഞ്ചിലൊരു പടപടപ്പാണ്. ഓർക്കാതിരിക്കാൻ എത്ര ശ്രമിച്ചാലും അവരെല്ലാം ഓടിയെത്തും. എല്ലാം അങ്ങ് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. സഹിക്കാൻ പറ്റുന്നില്ല. നെഞ്ചു പൊട്ടുന്ന വേദനയാണ്. ആരെയും കേൾക്കാതെ, ആരോരുമില്ലാതെ, കയറിക്കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാതെ, കൈപിടിച്ചു വന്ന പെണ്ണും പിള്ളേരുമില്ലാതെ എങ്ങനെയൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നെനിക്കറിയില്ല. ഒരർത്ഥവുമില്ലാത്ത മരിച്ച ജീവിതം. ഇനിയുള്ള ജീവിതം അങ്ങനെയാണ്, ആർക്കും വേണ്ടാത്ത ജീവിതം. താൻ ജീവന് തുല്യം സ്നേഹിച്ച ഭാര്യയും, ഇരുട്ടിനെ പേടിയായ മൂത്ത കുട്ടിയും, തനിയെ ഉറങ്ങാൻ പേടിയുള്ള ഇളയ കുട്ടിയും എല്ലാം പോയി. അവരില്ലാത്ത ഒരു ലോകം. അവരുടെ കളിച്ചിരിയില്ലാത്ത, പരിഭവവും കൊഞ്ചലുമില്ലാത്ത ഈ ലോകത്ത് താൻ തനിച്ച്. എന്തൊരു വിധിയാണിത്! ഒറ്റ രാത്രി കൊണ്ട് അത്ര നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സ്വത്തും, തൻ്റെ ജീവനായിരുന്ന ഭാര്യയും കുട്ടികളും എല്ലാം നഷ്ടമായി. അങ്ങനെ ഇവിടെ അനവധി പേർ വലിയൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി ഇനി എന്തിന് എന്ന് കരുതി ജീവനില്ലാതെ ജീവിക്കുന്നു. ഇനിയും ഇത്തരം പരീക്ഷണങ്ങൾ ആർക്കും കൊടുക്കല്ലേ എന്ന പ്രാർത്ഥനയോടെ.